സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഗിവ് അവേയുടെ വീഡിയോസിനടിയിൽ വന്നിട്ടുള്ള മെസ്സേജസിന് റിപ്ലൈ കൊടുക്കലും അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും ഞാൻ വിജയെ, അതായത് നമ്മുടെ വിന്നറേയും സെലക്ട് ചെയ്യാം. സോ നമുക്ക് ആക്ച്വലി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് ആ വീഡിയോ ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് നമ്മളുടെ മറ്റേ വീഡിയോയിലേക്ക് വന്നിട്ടുള്ള കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ അൺറെസ്പോണ്ടഡ് മാറ്റാം. സോർട്ട് ബൈ, ഇവിടെ 2 ഫിൽറ്റർ കൊടുത്തിരുന്നത് എന്താണെന്ന് നോക്കട്ടെ. സോ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വന്നേക്കുന്ന കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ചെണ്ണത്തിനൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്യാത്തതിന് റെസ്പോണ്ട് ചെയ്യും. അതേപോലെ നല്ല കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഓൾഡസ്റ്റ് വെച്ചിട്ട് എടുക്കാം അല്ലേ. സോർട്ട് ബൈ ഇങ്ങനെ തന്നെ കാണിക്കുമോ തോന്നുന്നു. ന്യൂവസ്റ്റ്, ഓൾഡസ്റ്റ് ഇല്ല, ടോപ്പ്, മോസ്റ്റ് റെലവൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കമൻറ്റ് തന്നെ വായിക്കാം. സുനി അച്ചുവിൻ്റെ കമൻറ്റാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ചേച്ചി, ജോലി തിരക്കുകളുടെ ഇടയിലും വീഡിയോസ് കൺസിസ്റ്റൻസിയോടെ ഇടുന്നത് അതൊരു മിടുക്ക് തന്നെ. ചാനൽ ഉയർച്ചയിലെത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ചേച്ചിയുടെ ചാനലിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ഓ, ഐ റിയലി ലവ് യു ഡാ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോഴാണ് വീണ്ടും ജോലിക്ക് കയറിയത്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ വീഡിയോസ് ഇട്ടത് കേട്ടോ. ജോലിക്ക് കയറി കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നുമില്ല. അതെനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. റിയലി ലവ് യു. നമുക്ക് ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം. അപ്പം നമുക്ക് ഈ കമൻറ്റിന് ഒരു റിപ്ലൈ കൊടുക്കാം അല്ലേ. എന്താ കൊടുക്കാം? താങ്ക് യു കൊടുക്കാം. താങ്ക് യു. 2 ഉമ്മയും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നൗജ രാജേഷ്, അത് തന്നെയാണോ പേര്? 2 നീല ഹാർട്ട്. നമുക്കൊന്ന് കൊടുക്കാം, ഹാർട്ട് കൊടുക്കാം. ഹാർട്ട് വേണ്ട, കണ്ണിൽ 2 സ്റ്റാർ ആയിക്കോട്ടെ. അടുത്തത് ലിജി റിജി. എല്ലാ ഗിവ് അവേയും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ബട്ട് നെവർ ഗോട്ട് ഇറ്റ്. പ്ലീസ് എനിക്ക് തരുമോ? ലവ് യുവർ ചോയ്സ്, ലവ് യുവർ വോയിസ് ആൻഡ് വീഡിയോ. ഓഹ് സോറി, താങ്ക് യു. എൻ്റെ വോയിസ് ഇഷ്ടമെന്ന് പറയുന്ന ആദ്യത്തെ ആളായിരിക്കും കേട്ടോ ലിജി. താങ്ക് യു. പിന്നെ ഗിവ് അവേ എന്ന് പറയുമ്പോൾ അത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ലേ. നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ആക്ച്വലി ഗിവ് അവേ ഒക്കെ വിൻ ചെയ്യാന്ന് പറയുന്നത് അല്ലേ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ആൾ. ഐ ഹോപ്പ് ടു സീ മൈ നെയിം ഇൻ യുവർ വിന്നർ ലിസ്റ്റ്. ഓ, അത് കൊള്ളാം, കിട്ടുന്നു. എന്താ കൊടുക്കുക? കെട്ടിപ്പിടിക്കാം. അടുത്തത് പ്ലീസ്. ഇത് ഡൺ. ഇയറിങ്സ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ. ഇയറിങ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. അതോ ഡ്രസ്സാണോ? ഓക്കെ, അപ്പോൾ അടുത്തത് ഇത് നമ്മളെ മെയിൻ ആൾ മുസ്ലിമ. ആ കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അയ്യോ, എന്താ മിഴയോ അങ്ങനെ എന്തോ ഒരു എം വെച്ചൊരു പേരായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഡൺ. ഞാൻ മെയിൽ അയച്ചേക്കുന്ന ബോട്ടിലിൻ്റെ ഫോട്ടോ അടക്കമുണ്ട്. 3 എണ്ണമാണത്. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി. ഓ, കുട്ടി മെയിൽ അയച്ചിട്ടുണ്ടായിരിക്കും ഗിഫ്റ്റൊക്കെ, ഓഫ് കോഴ്സ്. ഓക്കെ, ഇതേതാ? ജെമി ജേക്കബ്. ആസ്തെറ്റിക് ഗിഫ്റ്റ് തരുമോ? ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തംസപ്പ് കൊടുക്കാം. അയ്യോ, തംസപ്പ് ഇല്ലേ? തംസപ്പ് ഇതിനകത്താണല്ലോ അല്ലേ. അടുത്തത് സെറ്റാഫിൽ സ്കിൻ കെയർ കിറ്റ്. ഇതയാൾ തന്നെ സുനിയച്ചു. സുനിയച്ചുനെ അല്ലേ നമ്മൾ കമൻറ്റ് നേരത്തെ വെച്ച്. യെസ്. ഐ വിഷ് യുവർ ചാനൽ ഹാസ് ഗ്രേറ്റ് സക്സസ്. ഓ, സോ സ്വീറ്റ് ഓഫ് യു. ഇങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ. ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണേ.
ये सेम सुनिए your content is a pure bliss. Your content uplifts so many. I am honored to participate and show my support. Love. Thank you so much for conducting giveaway. Okay, thank you. Okay, participate. Our set of skin care kit, smart watch, ചുരിദാർ സെറ്റ്. ഓക്കെ, അവസാനം വിന്നറാണെങ്കിൽ തരാം കേട്ടോ. പിന്നെ സുനിയച്ചുവിനെ കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് സക്സസ്. വണ്ടർഫുൾ, ഡൺ, സോ ഗോർജിയസ് ഓഫ് യു. കൺഗ്രാറ്റ്സ്. സെറ്റ് ചേച്ചി. ഓക്കെ, താങ്ക് യു, ഗുഡ് ജോബ്. ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കമൻറ്റ് ഇട്ടേക്കാണ് കേട്ടോ. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് കമൻറ്റ് ഇടുന്ന ആളെയല്ല ഞാൻ ആക്ച്വലി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൾ വന്നിട്ടുണ്ട് നീലിമ. ഡൺ. ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ കിറ്റ്. ഓക്കെ, വീണ്ടും സുനിയച്ചു. ഓക്കെ ദെൻ നീലിമ, ഐ ആം ഡൺ. ഓക്കെ, സൂപ്പർ ഡിയർ. ഞാൻ ഒരേ ആളുടെ തന്നെ ഒരുപാട് കമൻ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കമൻറ്റ്സിൻ്റെ റിയാക്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ. ബെറി ബ്ലൂം, സപ്പോർട്ടിങ് യുവർ ജേർണി ഓൾവേസ്, കീപ് ഷൈനിങ് ആൻഡ് ക്രിയേറ്റിംഗ്. താങ്ക് യു. യെസ്, ഇതൊരു യൂട്യൂബറാണ് എനിക്കൊന്ന്. ഇതാണൊരു ക്രാഫ്റ്റ് ചാനൽ കണ്ടത് ഞാൻ കേട്ടോ. ഹോപ്പിംഗ് ടു വിൻ ദിസ് ഇയർ, നീലിമ. ഓക്കെ, ഞാൻ ഓൾറെഡി അതായത് സെയിം പേഴ്സൻ്റെതൊക്കെ ഞാൻ ചിലപ്പോൾ ലൈക്ക് അടിച്ച് പോകത്തുള്ളൂ. നല്ല പുതിയ ആളുകളുടെ വരുമ്പോഴാണ് വായിക്കുന്നത്. താത്തായുടെ വീഡിയോ അടിപൊളിയാണ്, എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. വേഗം എല്ലാവരും അറിയപ്പെടുന്ന ചാനലാവട്ടെ ഇൻഷാ അല്ലാ. ഓ ഇൻഷാ, താങ്ക് യുടാ. നീലിമ, വീണ്ടും നീലിമ. ബെറി ബ്ലൂം, ചോക്ലേറ്റ്സ് ഓർ സ്കിൻ കെയർ പ്രോഡക്റ്റ് കൊടുത്തോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു. റിപ്ലൈ കൊടുക്കാം അല്ലേ? ഓക്കെ കൊടുക്കാം, താങ്ക് യു അല്ല. ഓക്കെ, ഡൺ. നല്ല വീഡിയോസാണ്, എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യു. ഒരുപാട് ഇഷ്ടം, ഒരുപാട് ആഗ്രഹമുണ്ട് ചേച്ചി, കിട്ടിയാലോ? യെസ്, ഓഫ് കോഴ്സ്. നീലിമ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ആൾ ഇറ്റ്സ് മീ ഇവ. കൊള്ളാം, എനിക്ക് തന്നാൽ ഐ വിൽ ഷുവർലി അൺബോക്സ് ഇറ്റ് ഓൺലി ചാനൽ ആൻഡ് ഡിഫറെൻ്റ്ലി മെൻഷൻ യു. ചാനലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ആളുടെ ചാനലിൽ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നല്ല ഉണ്ടെന്ന്, നല്ല ഉണ്ടെന്ന്. നല്ലതാണെന്നായിരിക്കും അല്ലേ? എനിക്ക് തരാമോ? എനിക്കിതുവരെ കിട്ടിയില്ല, പ്ലീസ് ഗീവ് മീ. എനിക്ക് തരാമോ? അടുത്തത് നീനു, സൂപ്പർ ചേച്ചിയുടെ വീഡിയോ സൂപ്പർ. ആൻഡ് കമൻറ്റ് എനിക്ക് മനസ്സിലായില്ലല്ലോ. നീനു, വീണ്ടും നീനു. വാവ്, നീനു ചിരിക്കുന്നു. ക്രാഫ്റ്റ് വിത്ത് റിഫ, ഡൺ. ചോക്ലേറ്റ് ഹാമ്പറാണോ ഉദ്ദേശിച്ചത്? അടുത്തത് കൃഷ്ണവേണി എമ്മ, ഡൺ. സ്കിൻ കെയർ പ്രോഡക്റ്റ്. യുവർ വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ് ഈസ് ആൻ അട്രാക്റ്റീവ് വേ ഇസ് മാസ്മറൈസിങ് അല്ലേ? ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ബ്ലെസ്സിങ്. ആസ് എ ഇൻഫ്ലുവൻസർ യു ആർ ജസ്റ്റ് വാവ്. ലവ് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ലവ് യു ടു. അടുത്ത് ക്രാഫ്റ്റ് വിത്ത് ക്രേസി വേൾഡ്. ഓ ദൈവം, ഞാൻ എന്തൊക്കെയാണ് വായിക്കുന്നത്. ചേച്ചിൻ്റെ വീഡിയോ കാണുന്നതാണെന്ന് ചുനൈദ സിദ്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. അടുത്തത് നിഖില രതീഷ്, അടിപൊളി, താങ്ക്സ്. ഈ കൊച്ചിനെ നമ്മൾ നേരത്തെ വായിച്ചതായിരുന്നേ. സുനി അസീന, എനിത്തിങ്. ഓ ഇറ്റ്സ് മീ ഐവ, നമ്മൾ കണ്ടല്ലേ. ഡൺ. ഡോമസ് ബ്രഷ് പെൻ സെറ്റ്. ഓക്കെ, ഡൺ. സെറ്റാഫിൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്. KFC ചിക്കനോ കുഴിമന്തി ചുരിദാർ സെറ്റ്. കൊള്ളാം. ഡൺ. ഇറ്റ് ഡിഫറെൻറ്റ് വേ ഓഫ് ഗിവിങ്. ഐ ലൈക്ക് ഇറ്റ്. ഐ വിഷ് ചോക്ലേറ്റ് ഹാമ്പർ.
ദേ വീണ്ടും സുനി. അയ്യോ, സപ്പോർട്ടിങ് ഓൾവേസ്. തൗഫീഖ് ഡൺ ചോക്ലേറ്റ്. സുനി അച്ചു, എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ. താങ്ക് യു ഡാ. യുവർ ഡെഡിക്കേഷൻ ടു യുവർ ക്രാഫ്റ്റേഴ്സ് ഇൻസ്പയർ ദിസ് ലക്കി ഡ്രോ ഇസ് ഓൾവേസ്. താങ്ക് യു. ചേച്ചിയുടെ ചാനൽ സൂപ്പറാണ്. ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ സൂപ്പർ ഫീലാണ്. ഒരു വെരി ഗുഡ് ഫീൽ ഡൺ. എനിക്ക് ക്യാഷ് മതിയായിരുന്നു. KFCയും സെറ്റാഫിൽ പ്രോഡക്ട്സും ചുരിദാർ സെറ്റും സ്നേഹത്തോടെ തരുമോ? തരാട്ടോ. അടുത്തത് അതേ ആൾ തന്നെയാണ്. അടിപൊളി, പൊളിച്ചു ഡ്രസ്. ഡൺ ഇത്ത ഡൺ. ഞാൻ കുറേയൊക്കെ ലൈക്ക് ചെയ്ത് പോവാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വിശേഷങ്ങളോട് പറയാം. എന്താണ് വിശേഷം പറയാം? ഞാൻ ഈ ഒരു എനിക്ക് ആക്ച്വലി ഗിവ് അവേ കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഞാൻ വലിയ ഗീവ് അവേഴ്സ് ആയിട്ട്, നല്ല ഗീവ് അവേഴ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് സത്യത്തിലൊരു പൊട്ട ഗീവ് അവേ അല്ലേ? കാരണം ഞാൻ തന്നെ മാനുവലി സെലക്ട് ചെയ്യുന്നു. അത് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അയക്കുന്ന മെസ്സേജൊക്കെ എനിക്ക് നല്ലപോലെ വായിക്കുകയും ചെയ്യാം. അങ്ങനെയുണ്ട്. അതായത് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹം ഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടുമല്ലോ. സോ അതുകൊണ്ട്. പക്ഷേ വേറെ സൈഡിൽ നോക്കുമ്പം എനിക്കിതിനുള്ള സമയമില്ല. പക്ഷെ ഞാൻ സമയം ഉണ്ടാക്കി ചെയ്യുവാണ്. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയും പാടുപെട്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. സോ അപ്പോൾ ഞാനത് എന്തായാലും കാണണമല്ലോ. ഞാൻ ഓൾറെഡി ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ വീണ്ടും വായിച്ച് കേൾപ്പിക്കാതെ. ആദ്യത്തെ കുറച്ചെണ്ണമൊക്കെ തന്നെ ഞാൻ വായിക്കാത്തേ ഉള്ളായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുക, നിങ്ങളെല്ലാവരും ഒരുപോലെ ആണ് ആക്ച്വലി ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു അർഹതയുണ്ട്. ഗിഫ്റ്റ് കിട്ടാനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ ഒരു ഗിവ് അവേ കൊടുക്കുന്നതിൽ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല. ഞാൻ ഒരാളെയാണ് ആക്ച്വലി സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നിൽ കൂടുതൽ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി എനിക്കിപ്പോൾ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു മന്ത് തന്നെ ഞാൻ വേറൊരു ഗിവ് അവേയും കൂടി ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ 3 വിന്നേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ. നമ്മൾ വേറൊരു ബിഗ് ഗിവ് അവേ എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ഒരു ഗിവ് അവേക്ക് മുന്നേ ഒരു കൊച്ചു ഗിവ് അവേ കൂടെ ചെയ്യാം. 3 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ. അത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഗിഫ്റ്റ് ആയിരിക്കും. ഇന്ന ഗിഫ്റ്റ്. അതിപ്പം നിങ്ങൾ കുറേ കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടല്ലേ. ഇതിൽ നിന്നൊക്കെ ഞാൻ ഏതെങ്കിലും എണ്ണം പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 3 ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാം. എനിക്ക് തോന്നുന്നു മെയിൻലി സ്കിൻ കെയർ പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അതേപോലെ തന്നെ ചുരിദാർ സെറ്റൊക്കെ, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്യാഷിയുടെ ഒരു കാര്യം ഞാനത് വേറൊരു വീഡിയോയിൽ തന്നെ പറയാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ സ്റ്റിക്കേഴ്സ്, ബോട്ടിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിൽ ഏതെങ്കിലും ഒരു 3 കാറ്റഗറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, ക്രാഫ്റ്റ്, പിന്നെ ഡ്രസ്സ് വേണം. അപ്പം 4 കാറ്റഗറി ആവും ആക്ച്വലി. അപ്പം ഈ 4 കാറ്റഗറി ഞാൻ വെക്കുവാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടതെന്ന് കൂടെ നിങ്ങളൊന്ന് പറയുക. കണ്ടതല്ല, ഞാൻ ആക്ച്വലി റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചേച്ചി എനിക്ക് ഗിവ് അവേ തരാമോ പ്ലീസ്? ചേച്ചി, മൈ ബ്രദർ ബർത്ത്ഡേ ദിസ് മന്ത്, അവൻ ഗിഫ്റ്റ് കൊടുക്കാൻ തരാമോ? ഞാൻ അവിടെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ്. ക്രാഫ്റ്റ് ഐറ്റംസ് പറ്റില്ലേ?
സോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4 കാറ്റഗറി വരുന്നുണ്ട്. അതായത് ഈ ഒരു ഗിവ് അവേക്കല്ല, അടുത്ത ഗിവ് അവേക്ക് 4 കാറ്റഗറി ആണ്. ഒന്ന് സ്കിൻ കെയർ, ഒന്ന് ഹെയർ കെയർ, പിന്നൊന്ന് ക്രാഫ്റ്റ് ഐറ്റംസ്, ഈ സ്റ്റിക്കേഴ്സ്, ബോട്ടിൽസ്, അതൊക്കെ ഞാൻ ക്രാഫ്റ്റിലാണ് വരുത്തിയേക്കുന്നത്. പിന്നെ ഡ്രസ്സ് ഐറ്റംസ്, അത് എന്ത് ഡ്രസ്സാണെങ്കിലും മതി, നിങ്ങൾ ലിങ്ക് ഇടുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളത് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ അടുത്ത ഗിവ് അവേക്ക് നമ്മൾ 2 കാറ്റഗറി ആയിരിക്കും ഗിഫ്റ്റ് വരുന്നത്. 2 പേർക്കാണ് ഗിഫ്റ്റ് വരുന്നത്. ഈ ഒരു ഗിവ് അവേയിലാണ് ഒരാൾക്ക് ഗിഫ്റ്റ് വരുന്നത്. അപ്പോൾ ആ 2 കാറ്റഗറി ഇത് വേണം. ഹെയർ കെയർ വേണം, സ്കിൻ കെയർ വേണം, ഡ്രസ് മെറ്റീരിയൽ വേണം, അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ എല്ലാ കമൻസും വായിച്ച് നോക്കിയിട്ടായിരിക്കും ആക്ച്വലി വിന്നർ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ കമൻറ്റ്സ് നിങ്ങൾ ഇട്ടേക്കുന്ന ഈച്ച് ആൻഡ് എവറി കമൻറ്റ്സ് ഞാൻ വായിച്ച് നോക്കും, അതിനൊക്കെ റിയാക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ടായിരിക്കും ഞാൻ ഇത് ചെയ്യുക കേട്ടോ, വിന്നറെ അതിൽ നിന്ന് പിക്ക് ചെയ്യാം. സോ അത് മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് വലിയ ലോങ് വീഡിയോ ആയിപ്പോൾ, കാരണം അതിന് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. ഈ ഒരു ഗീവ് അവേയുടെ വിന്നറിനെ ഞാൻ വൈകിട്ട് ഒരു 11 മണിക്ക് ഒരു ഷോർട്സ് ഞാൻ ഇടാം, അല്ലെങ്കിൽ ഞാൻ 11 മണിക്ക് ഒരു ലൈവ് വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം, മിക്കവാറും ഷോർട്സ് ആയിരിക്കും. ആ ഷോർട്സ് വഴി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇത്രയും കാലം എന്നെ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഐ റിയലി ലവ് യു ഓൾ. സോ നിങ്ങൾ ഈ ഒരു കമൻറ്റ് എന്തായാലും കമൻറ്റ് ചെയ്യുക, പിന്നെ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ബൈ.